നമസ്കാരം. കഴിഞ്ഞ IPL സീസണിലാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് നിയമിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെ കപ്പടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ റാഞ്ചിയത്. ഇതിന് പിന്നാലെ ഒരുപാട് പഴികളാണ് മുംബൈ ഇന്ത്യൻസ് കേൾക്കേണ്ടി വന്നത്. മുംബൈ ഇന്ത്യൻസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു IPL സീസൺ കൂടിയായിരുന്നു കടന്നുപോയത്. കാരണം രോഹിത് ശർമ്മയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയെ ഏറ്റെടുത്ത് അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആക്കുകയായിരുന്നു ഫ്രാഞ്ചൈസി. എന്നാൽ അതിലൊരുപാട് പേരാണ്, ആരാധകരടക്കം കൊഴിഞ്ഞുപോയി. 2 ലക്ഷത്തോളം ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നടക്കം മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ വലിയൊരു വെല്ലുവിളിയായിരുന്നു ടീമിനെ സംബന്ധിച്ച കഴിഞ്ഞ വർഷം. 5 തവണ ടീമിനെ IPL കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മയെ മാറ്റിയത് അത്രത്തോളം വലിയ വേദനയാണ് ഫാൻസിനൊക്കെ നൽകിയത്. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ച ആദ്യ സീസണിൽ ദയനീയമായിട്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ മത്സരങ്ങൾ അവസാനിപ്പിച്ചത്. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത്. അടുത്ത സീസണിൽ മികച്ച തിരിച്ചുവരവാണ് ഇപ്പോൾ ടീം ലക്ഷ്യം വെക്കുന്നത്. അതേസമയം 2025 സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിന് ശേഷം ലഭിച്ച ഒരു മത്സരത്തിൻ്റെ വിലക്കാണ് കാരണമായിട്ട് വരുന്നത്. ഈ വിലക്കിന് കാരണം എന്താണെന്ന് ഒരുപക്ഷെ പലരും മറന്നു കാണും. 2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ അവസാന മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമായിരുന്നു. മുംബൈ പരാജയപ്പെട്ട ഈ മത്സരത്തിന് ശേഷം ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് ഹാർദിക്കിന് പണി കിട്ടുകയായിരുന്നു. 2024 സീസണിൽ തന്നെ അത് 3ാം തവണയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയത്. ആദ്യ 2 മത്സരങ്ങളിലും വാർണിംഗ് കിട്ടിയിരുന്നെങ്കിലും 3ാം മത്സരത്തിലും ഇത് ആവർത്തിച്ചതോടെ ഹാർദിക്കിന് വിലക്ക് വരികയായിരുന്നു. ഒരു ടീം സീസണിൽ ആദ്യ തവണ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുമ്പോൾ ടീമിന്റെ ക്യാപ്റ്റന് 12 ലക്ഷം രൂപ പിഴയാണ് ശിക്ഷയായിട്ട് ഈടാക്കുന്നത്. 2ാം തവണയും ഇത് ആവർത്തിച്ചാൽ ക്യാപ്റ്റന്റെ പിഴത്തുക 24 ലക്ഷമായി ഉയരും. 3ാം തവണ വരുത്തുന്ന വീഴ്ചയ്ക്ക് 30 ലക്ഷം രൂപ പിഴയ്ക്ക് പുറമെ ഒരു കളിയിൽ നിന്ന് ക്യാപ്റ്റന് വിലക്കും ലഭിക്കും. ഇതാണ് IPLന്റെ നിയമം. ഇതാണ് ഹാർദിക്കിന് തിരിച്ചടിയായത്. അതേസമയം ഹാർദിക് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് ആരെത്തുമെന്നത് ഒരു ഉയർന്ന ചോദ്യമാണ്. സൂര്യകുമാർ യാദവിന് ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസി ലഭിക്കാനാണ് സാധ്യത. അതേസമയം നിലവിൽ മെഗാലയനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുംബൈ ഇന്ത്യൻസ്. ഈ മാസം 24, 25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് താരലേലം നടക്കുന്നത്. മെഗാലയനത്തിന് മുന്നോടിയായി 5 കളിക്കാരെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിലനിർത്തിയിട്ടുള്ളത്. ബുംറയാണ് നിലനിർത്തിയവരിൽ വിലയേറിയ താരം. 18 കോടി രൂപയ്ക്കാണ് ബുംറയെ മുംബൈ റിട്ടേൺ ചെയ്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ എന്നിവരെ 16 കോടി 30 ലക്ഷം രൂപയ്ക്ക് നിലനിർത്തിയ മുംബൈ തിലക് വർമ്മയെ റിട്ടേൺ ചെയ്യാൻ 8 കോടി രൂപയാണ് മുടക്കിയത്. IPL മെഗാലയനത്തിനെത്തുമ്പോൾ 45 കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സിൽ ബാക്കിയുള്ളത്. എന്തായാലും ആദ്യ മത്സരത്തിൽ സ്കൈയുടെ നേതൃത്വത്തിൽ മുംബൈ ഇറങ്ങാനാണ് 90% സാധ്യത.